അഭിമുഖീകരിച്ചിട്ടുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളിൽ ഏറ്റവും രൂക്ഷമായ ഒരു അവസ്ഥയിലൂടെയാണ് സംസ്ഥാനം ഇപ്പോൾ കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതികൾക്ക് പോലും ഫണ്ട് വെട്ടിച്ചുരുക്കിയും ട്രഷറി നിയന്ത്രണങ്ങൾ കർശനമാക്കിയും സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് പുതിയൊരു ആഡംബര കാർ വാങ്ങാൻ 1,10,00,000 രൂപ ഒറ്റയടിക്ക് അനുവദിച്ച ധനവകുപ്പിന്റെ നടപടി വലിയ രാഷ്ട്രീയ ധാർമ്മിക ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ധനമന്ത്രി KN ബാലഗോപാൽ പ്രത്യേക ഉത്തരവിലൂടെ ഈ തുക അനുവദിച്ചത് നിലവിലുള്ള സാമ്പത്തിക ചട്ടങ്ങളെയും ട്രഷറി നിയന്ത്രണങ്ങളെയും മറികടന്നുകൊണ്ടാണ്. സാധാരണഗതിയിൽ കടുത്ത സാമ്പത്തിക ഞെരുക്കമുള്ളപ്പോൾ 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ പോലും പാസാക്കാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. കഴിഞ്ഞ 4 മാസമായി ഈ നിബന്ധന കർശനമായി തുടരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് വേണ്ടി മാത്രം 1.10 കോടി രൂപയുടെ ഈ സുപ്രധാന ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഇത് ഭരണകൂടത്തിന്റെ മുൻഗണനകളെയും സാമ്പത്തിക മാനേജ്മെന്റിലെ ഇരട്ടത്താപ്പിനെയും സംബന്ധിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ആവശ്യങ്ങൾക്കായി സർക്കാർ ഇതിനോടകം വാങ്ങിക്കൂട്ടിയ വാഹനങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ പുതിയ വാഹനം വാങ്ങാനുള്ള തീരുമാനം അനാവശ്യ ധൂർത്താണെന്ന് വ്യക്തമാകും. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക യാത്രകൾക്കും സുരക്ഷാ അകമ്പടിക്കുമായി 3 ടൊയോട്ടോ ഇന്നോവ ക്രിസ്റ്റ കാറുകൾ, മറ്റൊരു അകമ്പടി വാഹനമായി ഒരു ടാറ്റ ഹാരിയർ കാർ, കൂടുതൽ യാത്രാസുഖവും വിലയേറിയതുമായ കിയ കാർണിവൽ കാർ, ഇങ്ങനെ 5ലധികം അത്യാധുനിക ആഡംബര വാഹനങ്ങൾ നിലവിലുള്ളപ്പോഴാണ് നിലവിലെ ഉപയോഗത്തിലുള്ള 2 വാഹനങ്ങൾക്ക് പകരമായി പുതിയൊരു വാഹനം കൂടി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ ധനകാര്യ വിനിയോഗത്തിന്റെ കാര്യക്ഷമതയില്ലായ്മയും പൊതുപണം പാഴാക്കുന്നതിലുള്ള അലംഭാവവുമാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ പുതിയ വാഹനം കറുപ്പ് നിറത്തിലാകുമെന്നാണ് സൂചന. ഈ നിറത്തോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യം ശ്രദ്ധേയമാണ്. കാരണം അടുത്തിടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ കറുത്ത വസ്ത്രം ധരിച്ചെത്തുന്ന സാധാരണക്കാരെ പോലും സുരക്ഷയുടെ പേരിൽ മാറ്റി നിർത്തുകയും തടയുകയും ചെയ്യുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഈ വൈരുദ്ധ്യം, ഒരു വശത്ത് കറുപ്പ് വസ്ത്രം ധരിക്കുന്ന പൗരനെ അകറ്റി നിർത്തുകയും മറുവശത്ത് കോടികൾ മുടക്കി കറുപ്പ് നിറത്തിലുള്ള ആഡംബര വാഹനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നത് ധനകാര്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്ന ഒരു ഘട്ടത്തിലാണ് ട്രഷറി നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചത്. കോവിഡ് മഹാമാരിക്ക് ശേഷം 2020 ഏർപ്പെടുത്തിയ സാമ്പത്തിക നിയന്ത്രണങ്ങൾ വീണ്ടും ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയത് സംസ്ഥാനത്തിന്റെ വരുമാനക്കുറവും അധിക കടമെടുപ്പും മൂലമുണ്ടായ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. കടുത്ത സാമ്പത്തിക ഞെരുക്കം നേരിടുന്നതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ്. പ്രാദേശിക തലത്തിൽ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കേണ്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികൾക്ക് പോലും ഫണ്ട് അനുവദിക്കുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നു. അതോടൊപ്പം കോൺട്രാക്ടർമാർക്കും മറ്റ് ഏജൻസികൾക്കും നൽകാനുള്ള ബില്ലുകൾ മാസങ്ങളോളം ട്രഷറിയിൽ കെട്ടിക്കിടക്കുന്നു. സാധാരണക്കാർക്ക് ആശ്വാസമാകേണ്ട സാമൂഹികക്ഷേമ പെൻഷനുകൾ പോലും കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ സാധാരണ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ പോലും കൈമലർത്തുന്ന സർക്കാർ ഭരണത്തലവന്റെ ആഡംബര ആവശ്യത്തിനായി ട്രഷറി നിയന്ത്രണങ്ങളിൽ നിന്നും ഇളവ് നൽകി 1.10 കോടി രൂപ ഉടൻ ലഭ്യമാക്കിയത് ധാർമ്മികമായ പാപ്പരാത്തവും ഭരണകൂടത്തിന്റെ മുൻഗണനകളിലെ പിഴവുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് കുത്തഴിഞ്ഞ നിലയിലാണെന്ന വാദത്തിന് ഈ സംഭവം കൂടുതൽ ബലം നൽകുന്നുണ്ട്. ഭരണപരമായ കാര്യക്ഷമത ഉറപ്പാക്കാൻ അത്യാധുനിക സൗകര്യങ്ങൾ ആവശ്യമായി വന്നേക്കാം. എന്നാൽ നിലവിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളെല്ലാം താരതമ്യേന പുതിയതും ആഡംബരപൂർണവുമാണ്. ഇത്രയും വലിയൊരു തുക പുതിയൊരു വാഹനത്തിനായി ചെലവഴിക്കുമ്പോൾ സർക്കാർ പൊതുസമൂഹത്തോട് നൽകുന്ന സന്ദേശം ഇതാണ്: സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങൾക്കുള്ളതാണ്, ഭരണാധികാരികൾക്ക് ബാധകമല്ല. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നതിന് പ്രധാന കാരണം സർക്കാരിന്റെ ധൂർത്തും വരുമാനത്തെക്കാൾ ഉയർന്ന ചെലവുമാണ്. അനാവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കൽ, പാർട്ടിയുമായി ബന്ധമുള്ളവർക്ക് പ്രത്യേക നിയമനങ്ങൾ നൽകൽ, വിദേശയാത്രകൾ, ആഡംബര പരിഷ്കാരങ്ങൾ എന്നിവയെല്ലാം പൊതുഖജനാവിലേക്ക് വലിയ ഭാരമാകുമ്പോൾ അക്കൂട്ടത്തിൽ ഏറ്റവും പുതിയ ഉദാഹരണമായി ഈ കാർ വാങ്ങൽ മാറുന്നുമുണ്ട്. ഈ നടപടി ഇതിനോടകം തന്നെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും കടുത്ത വിമർശനത്തിന് വിധേയമായി കഴിഞ്ഞു. ജനങ്ങളുടെ നികുതിപ്പണം സ്വന്തം സുഖ സൗകര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നു. നിലവിലെ 5 ആഡംബര കാറുകൾ ഉപയോഗശൂന്യമായി മാറിയോ? എങ്കിൽ അതിന്റെ കാരണം എന്താണ്? ധൂർത്ത് അവസാനിപ്പിച്ച് ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി മാത്രമായിരിക്കണം. നിലവിലെ സാമ്പത്തിക ഞെരുക്കം മറികടക്കാൻ സർക്കാർ സത്യസന്ധമായ ശ്രമങ്ങൾ നടത്തുന്നതായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യവുമാണ്. അതിനു പകരം സ്വന്തം സൗകര്യങ്ങൾക്കായി കോടികൾ ചെലവഴിക്കുന്നത് സർക്കാരിന്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുന്ന നടപടിയാണ്. കടുത്ത സാമ്പത്തിക ഞെരുക്കം നിലനിൽക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒഴികെ പുതിയ വാഹനം വാങ്ങാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ശക്തവുമാവുകയാണ്. സംസ്ഥാനത്തിന്റെ ധൂർത്തും കുത്തഴിഞ്ഞ ധനകാര്യ മാനേജ്മെന്റും കാരണം കേരളം കടക്കിണിയിൽ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി മുഖ്യമന്ത്രിക്ക് പുതിയ ആഡംബര കാർ വാങ്ങാൻ 1.10 കോടി രൂപ അനുവദിച്ച നടപടി ഭരണകൂടത്തിന്റെ ധാർമ്മികതയില്ലായ്മയെയും തെറ്റായ മുൻഗണനകളെയും വിളിച്ചോതുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പൊതുജനത്തിന്റെ നികുതി പണം കൂടുതൽ ഉത്തരവാദിത്തത്തോടെയും സുതാര്യതയോടെയും വിനിയോഗിക്കാൻ സർക്കാർ തയ്യാറാകണം.